ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് പൈൻ്റെ അടിക്കാർ ഇന്നോട്ട് ആഴ്ച നമുക്ക് ഉപ്പായൊന്നും ഇടാതെ വന്നേക്കാം. പൈൻ്റെ അടിക്കാർ ഇന്നും ഉണ്ടായിട്ടോ. പൈൻ്റെ അടിയല്ല, പ്രൈം അടിക്കുകയാണ്. എന്നാലും മൊത്തത്തിലൊന്ന് വൃത്തിയായിട്ടോ. ചളി എന്തൊക്കെ അങ്ങോട്ട് പോയി പ്രൈം അടിച്ചതിനോട്. അപ്പോൾ പണിക്കാരൊക്കെ പോയിട്ടോ, ഓലൊക്കെ വന്ന് പോയി. അപ്പോൾ അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് എൻട്രോ കൊടുക്കണത്. അപ്പോൾ ഓല് ഇന്ന് ഡൈനിങ് ഹാളിലും ആ റൂമും ആ തലക്കത്ത് ആ കാണുന്ന റൂമും അടിക്കാണ്ടായി. അപ്പോൾ അടുക്കളയിൽ ഞങ്ങളിങ്ങനെ പണിയെടുക്കുക. അതിൻ്റെ ഇടയിൽ ഓല് വന്നിക്കാണ്ടാണ് അടുക്കള ഒഴിച്ചേരിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം വെച്ചിക്കാണ്ട് ഞാനും ഉമ്മി അടുക്കളയുള്ള സാധനങ്ങളൊക്കെ വീണ്ടും ഒഴിച്ചിട്ടു. ഫുള്ള് നല്ല കഥയാണ് ഇപ്പം നമ്മളെ പരിപാടി. ഞങ്ങൾ ഓരോന്ന് എടുത്ത് ഇങ്ങനെ അടുക്കളയ്ക്ക് കയറിയത് എനിക്ക് ഏകദേശം ഒക്കെ അടുക്കളയിലായിനി. അപ്പോൾ ഓല് പറഞ്ഞ് അടുക്കളയത്തത് ഒഴിച്ചാണ്. അങ്ങനെ അടുക്കളയത്തത് വീണ്ടും ഒഴിച്ചു കിട്ടോ. ചൂടാ, ഭയങ്കര ചൂട്. അപ്പം ഫാൻ്റെ ചൂട്ടക്ക് വന്ന് നിൽക്കുക. അപ്പോൾ അടുക്കളയത്തത് ഒഴിച്ചതും ഇതൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിട്ടോ. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ സാധനമൊക്കെ ഒഴിക്കണം പറഞ്ഞപ്പോൾ ഉള്ള ചടപടയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. എങ്ങോട്ടൊക്കെ കൊണ്ടുപോണ്ടി എത്താൻ കാട്ടേണ്ടതെന്ന് അറിയാതെ പെരക്കം പറയാം. അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുക്കലും ഒഴിവാക്കലും തുടങ്ങി. പിന്നെ അധികം മുകളിലുള്ള തട്ടിലുള്ളതൊന്നും ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേനി കേട്ടോ. അതൊക്കെ റൂമിൽ തന്നെയേനി ഒക്കെ പാടെ കൊണ്ടുവന്ന് വെച്ച്. എന്നാൽ തന്നെ ഞങ്ങൾ കുറേ കയറ്റി അടുക്കളയിൽ ഏകദേശം സാധനങ്ങളായിനി. അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ ഒഴിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ തന്നെ കേട്ടോ പണി, അങ്ങോട്ട് ഒഴിക്കാം അതന്നെ അപ്പോൾ പണി കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാൾ ഇത് അടുക്കലൊക്കെ ഫുള്ള് കഴിഞ്ഞ്. അപ്പോൾ ഒരു വേഗം അടുക്കള ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുക്കള ഒഴിക്കാട്ടോ. അപ്പോൾ ഞാനിതാ റാക്കുമ്പോൾ കയറിയിട്ട് സാധനമൊക്കെ ഇതാ അടിയിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട്. ഉമ്മ ഇങ്ങനെ കൊണ്ടേക്കാട്ടോ. വലിയോരോ ചെമ്പും കുടിക്കൊക്കെ ഉണ്ട്. എത്ര കാലം മുന്നത്തെ ചെമ്പും കുടിക്കുകയെന്നറിയോ. വലിയ ചെമ്പ്, അതൊന്നും നമ്മളങ്ങനെ എടുക്കൂല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ പരിപാടി വരുമ്പോൾ ഒക്കെ എടുക്കുക. അതും പുറത്തുനിന്നല്ല അപ്പോൾ അധികം ഫുഡൊക്കെ. അപ്പോൾ അങ്ങനെ എടുക്കലുമില്ല. ഇതിൻ്റെ മുട്ടായി കൊട്ടയാണ് കേട്ടോ. എൻ്റെ മുട്ടായി കൊടുക്കലിൻ്റെ അന്ന് ഷെമി കൊണ്ടുവന്ന് തന്ന മുട്ടായി കൊട്ടയാണ് ഇത്. ഇതിലേനി എൻ്റെ മുട്ടായി. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ ഉമ്മാൻ്റെ അതും ഇതും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ റാക്കുമ്മലേനി, റാക്കുമ്പോൾ ഇങ്ങനെ കിടക്കേനി. അപ്പോൾ അതിനൊക്കെ ഞാൻ അടിയിലേക്ക് ഇറക്കി. ഇനി അതൊക്കെ കഴുകണം. ഫുള്ളും മാറാലും പൊടിയൊക്കെ പിടിച്ച് കിടക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴുകണം നമുക്ക്. പിന്നെ അതാ കുപ്പി അളക്ക് എല്ലാ സാധനവും പുറത്തേക്ക് വെച്ച്, സ്റ്റാൻഡ് ഉരീനി, സ്റ്റാൻഡും പുറത്തേക്ക് വെച്ച്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോഴത്തേനും നല്ല വെയിലായി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സാധനം ഒഴിക്കാനും പോയില്ല. പെട്ടെന്ന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഉള്ളിയൊക്കെ വേഗം ഉള്ളി തക്കാളി ഇങ്ങനത്തതൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ ഞങ്ങൾ അരിഞ്ഞൊക്കെ റെഡിയാക്കി. അപ്പോഴാണ് ഇവർ ഒഴിച്ചാൻ പറഞ്ഞത്. അപ്പം പിന്നെ വേഗം അത് ഒഴിച്ചാൽ നിന്ന് അങ്ങനെയൊക്കെ കൂടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും നല്ല വെയിലായിട്ടോ. അങ്ങനെ പിന്നെ അടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഞാൻ വന്ന് നോക്കുകയാണ് എന്താ ഈ സംഭവം എന്നുള്ളത്. അപ്പോൾ അതാ ഒരു ഫുള്ള് റാക്കിന് നുറൊക്കെ ഇതൊക്കെ അടിച്ച് സെറ്റാക്കിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ നുറൂല് എനിക്ക് ഈ ഭാഗത്തൊന്നും എനിക്ക് എടുക്കാൻ കിട്ടാതെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നിട്ട് അവിടെ. അത് പിന്നെ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച്, അടിച്ചിനോടത്തേക്ക് മാറ്റി വെച്ച് അങ്ങനെയൊക്കെ അവിടെ തന്നെ വെച്ച്. ഓല അടിയൊക്കെ ഇറക്കിയില്ല കേട്ടോ. ഇമ്മാൻ ഓല ഇറക്കിയോളും പറഞ്ഞക്കാണ്ട് ഞങ്ങൾക്ക് എടുക്കാനും കിട്ടണില്ല. അപ്പോൾ ഓല ഇറക്കിയോളും കരുതി വെച്ചതേനി. അങ്ങനെ പിന്നെ ഓല് പോയാരെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണിപ്പോൾ കോല കേട്ടോ. നമ്മൾ കട്ടിലും ഇതൊക്കെ തിരിച്ചിട്ട് അലമാര പിന്നെ ഓല് അങ്ങോട്ട് തന്നെ വെച്ച് നിൽക്കണേ. കട്ടിലിന് ആ റൂമിൽ തന്നെ ഇട്ട് നിൽക്കണേ. അപ്പം അത് തിരിച്ചിടണം, അടിച്ചേരി തുടക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പണി കേട്ടോ, നമ്മളെ പണി. നമ്മളതുവരെ മുറ്റത്ത് കുത്തിറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വെയിലും അല്ല. അപ്പം അങ്ങനെ വെയിലത്തൊക്കെ കുത്തിർന്ന് പിന്നെ ഏകദേശം ഒരു പോയാരെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഇനി ഫുള്ള് അടിക്കലും തുടക്കലും. പേരൊക്കെ മൊത്തത്തിൽ അടിച്ച് കണ്ടോ. ഈ ചുമരുമലൊക്കെ നല്ല ചളി ഉണ്ടായിന് കേട്ടോ. നമ്മളെ സോഫ ഇട്ട ആ ഭാഗം ഇങ്ങനെ അവിടെയൊക്കെ നല്ല ചളി ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ അടിച്ച് ഇപ്പോൾ കാണാതായിട്ടോ. ചളിയൊക്കെ പോയി കാണാതായി. പിന്നെ നമ്മൾ ആ റൂമും ഈ കോണിയാട്ടോ നല്ല രസം നമുക്ക്. ഇനി കോണിക്ക് പിടിയും കൂടി വെക്കണ്ടീനി. ഇൻഷാ അല്ലാ വെക്കണം. എന്നാന്നറിയില്ല കേട്ടോ. ആ സാവകാശം അതും നടക്കുമായിരിക്കും. ഇത്ര ആയില്ലേ. അപ്പോൾ ഈ റൂമൊന്നും അടിച്ചിട്ടോ. ഈ റൂമൊന്നും അടിച്ചിട്ടില്ലേനി. അപ്പോൾ ഈ റൂമും അടിച്ചതിൻ്റെ എപ്പോഴൊക്കെ ഇങ്ങനെ നല്ല ചളിയേനി കേട്ടോ. നമ്മളിങ്ങനെ പെരുമാറുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ കല്ല ചളിയേനി. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയി കിട്ടി. ചളിയൊന്നും ഇതൊന്നും ഇപ്പം കാണാതായിട്ടോ. അതിന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ അടിച്ചതും. അത് തൽക്കാലം ഒന്ന് കാണാതാവാനും വേണ്ടിയിട്ട് അടിച്ചതാണ്. അങ്ങനെ എല്ലായിടത്തും അടിച്ചു കിട്ടോ. ഇനി കോണി കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായത്. ഇത് ഇവിടുന്ന് നോക്കണല്ലേറെ രസം നമ്മൾ മുകളിൽ പോയി നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാട്ടോ. അപ്പം നല്ല രസമാണ് കാണാൻ കേട്ടോ. അങ്ങനെ ഇത് പണിക്കാരെ വിളമ്പാട്ടോ. അതിൻ്റെ ലേറ്റാണ് ഇത്, നല്ല ലേറ്റാട്ടോ അതിന്. അങ്ങനെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ സാധനമൊക്കെ ഒഴിച്ച് അവിടെയൊക്കെ ഓല അടിച്ച് ഫ്രിഡ്ജിനൊക്കെ മൂടിയിട്ടൊക്കെയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടോ? ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് തിന്നാനുള്ള പാത്രവും അതും ഇതൊക്കെ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച്. പക്ഷേ സ്റ്റാൻഡ് ഇല്ലാത്തതിനോട് പൈമലൊന്നും വെക്കാൻ പറ്റ.
അപ്പോൾ അതൊക്കെ പുറത്തിങ്ങനെ ആയി നിൽക്കുക കേട്ടോ. അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളിലേക്ക് വെച്ചതാണ്. ഇനി നാളെ വരൂലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ഭാഗത്തൊക്കെ. ഇവിടെ ഇങ്ങനെ ഇതെന്താ അങ്ങനെ ആക്കിയിട്ടേ? അത് പുട്ടിയിട്ടതാണല്ലോ. ഇനിയിപ്പോൾ അവിടെ പുറം തേക്കാൻ വരുമ്പോൾ അടിക്കും പറയണം. പുറം ഇതാക്കാൻ വരുന്നുണ്ടേക്കു. അപ്പം പുറം അടിച്ചാൽ വരികയാണെങ്കിൽ ഓല് അപ്പം അടിച്ചുതരാന്ന് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലത്ത് ഇപ്പം ഇങ്ങനെ ഒരു അരപ്പ് ഉണ്ട് കാണാൻ. അതപ്പം റെഡി ആവുമായിരിക്കും. പിന്നെ ഇതൊക്കെ നമ്മളെ റൈസ് കുക്കറും പാത്രവും ചട്ടിയൊക്കെയാണ് കേട്ടോ. അതൊക്കെ അമ്മ പെട്ടിയിൽ തന്നെ അങ്ങനെ വെച്ചതിന്. അപ്പോൾ ഇവലൊക്കെ നിറച്ച് പൊടിയാണ് ഇതുമലൊക്കെ. അതൊക്കെ കഴുകി തുടച്ചെടുത്തുമ്മ നേമത്തെ പൊടിയൊക്കെ തുടച്ചെടുത്ത്. ഇനി അതൊക്കെ അങ്ങോട്ട് തന്നെ വെക്കണം കേട്ടോ. ഇവിടെ ഇനി അതൊക്കെ ഇനിയൊക്കെ അങ്ങോട്ട് തന്നെ വെക്കണം. ഇനി ഫുള്ള് സകല സാധനങ്ങളും കഴുകിക്കാണ്ട് അങ്ങോട്ട് തന്നെ വെക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഈ റൂമിൽ നല്ല രസമാണ് കേട്ടോ. ഇപ്പം നമ്മളെ അവസ്ഥ ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചതിന് ഒക്കെ ആ റൂമിൽ തന്നെ. ആ റൂമാണ് സ്റ്റോർ റൂം പറഞ്ഞിക്കാടി ഞാനൊരു വീഡിയോയിൽ കാണിച്ചിനി. ഫുള്ള് സാധനം അതിൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പം ഇന്ന് നേരം വെളുത്തപ്പോൾ സകല സാധനം എടുത്ത് ഇതിൻ്റെ ഉള്ളൊക്കെ അവിടെ അടിച്ചാൽ വരുന്നതിനോട് എല്ലാ സാധനത്തിൻ്റെ ഉള്ളിൽ അടുക്കളയത്തതും ഇവിടെ തന്നെ കേട്ടോ. അടുക്കളയത്തതും പുതപ്പും പായും മൊയ് ഇപ്പം ഇതായി സ്റ്റോർ റൂം. ഇതൊക്കെ നമ്മളെ റാക്കിൻ്റെ നുറൂലുണ്ടായിന് എന്താ പാത്രങ്ങളാട്ടോ. ഇതുമല്ലൊക്കെ പൊടി മാറാലൊക്കെ ആയിട്ട് ഇതുമുള്ള പൊടി ഉണ്ടായി ഇട്ടായിട്ടോ. പൊടിൻ്റെ അത് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇത് ചളിണ്ട്. പിന്നെ നമ്മളെ ബക്കറ്റ് ഇതൊക്കെ ഞാൻ കേൾക്കണം കേട്ടോ. ഇത് എന്താ അടിപ്പണി എടുത്തപ്പോൾ ഒരു ടൈലിങ്ങനെ ഇതാക്കി അതിൻ്റെ ആ പൊടി ഇതൊക്കെയാണ് കേട്ടോ. റാക്കിൻ്റെ നുറൊക്കെ നൂല് തട്ടിയിട്ടാണ് കേട്ടോ പെയിൻ്റ് അടിച്ചത്. ഇതൊക്കെ അതിന് നുറുണ്ടായിരുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. അപ്പോൾ കുറേ മുറ്റത്തുണ്ട്. ഇനി ഇവലൊക്കെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് കേൾക്കണം. കേൾക്കിയിട്ടേ നമുക്ക് റാക്കുമ്മക്ക് ഇത് കയറ്റാൻ പറ്റുള്ളൂ. അത്രക്ക് പൊടിയും ചളിയാണ്. അപ്പം പിന്നെ അങ്ങനെ കയറ്റാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒക്കെ കേൾക്കണം എന്നിട്ട് വേണം കയറ്റാൻ. പിന്നെ ഇതൊക്കെ നമ്മളെ ബ്ലാങ്കറ്റുകളാട്ടോ. ഇതൊക്കെ ഈ റാക്കിൻ്റെ നുറൂലേനി. അവിടുന്ന് ഒഴിച്ചപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ റൂമ് കൊണ്ടുപോയിട്ട് ഇപ്പം അവിടുന്ന് ഇത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. ഇതൊക്കെ നമ്മൾ അടുക്കളയിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ ഞാൻ അടുക്കളയ്ക്ക് കയറ്റണം. അടുക്കളൻ്റെ ആ ഭാഗമൊക്കെ ഇപ്പോൾ കാലിയായി നിൽക്കട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് നമുക്കൊക്കെ കയറ്റണം. അതിൻ്റെ മുന്നേ ഇതൊക്കെ കേൾക്കണം. അല്ലാതെ നമുക്ക് കയറ്റിയിട്ട് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കേൾക്കണം. ഫുള്ള് പൊടിയല്ലേ. എന്തൊരു ഭയങ്കര ചൂടിട്ട് ഓടി നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇന്ന് പുറത്തേന് കേട്ടോ. ഒന്ന് അടുക്കളയിൽ നിന്ന് ഒഴിച്ചാൻ പറഞ്ഞതിനോട് ഞാൻ ഫാൻ ഇട്ടില്ല. ഓർമ്മയില്ലാതെ ഫാൻ ഇടാതെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആകെ വിയർത്തപ്പോഴാണ് ഇപ്പോൾ ഫാൻ ഇട്ടില്ലല്ലോ. അപ്പോൾ അടുക്കളത്തെ സാധനമൊക്കെ ഒഴിച്ചാൽ പറഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ പുറത്ത് പോയി തീ ഇട്ടിട്ടോ. അല്ലെങ്കിൽ ചോറൊക്കെ ഇടുന്ന തന്നെയാണ് വെക്കൽ. പിന്നെ ഗ്യാസിന് അകത്ത് തന്നെ ഇട്ടിട്ടോ. ഇനി മുറ്റത്ത് കൊണ്ടുപോയിട്ടുണ്ട് വിചാരിച്ചാണ്ട് അതിനകത്ത് തന്നെ ഇട്ട്. അപ്പോൾ പുറത്ത് പോയിട്ട് അവിടെ ഇരുന്നിട്ടേ എന്തൊരു ചൂടോ അവിടെ ഇരിക്കാൻ കഴിയണില്ല. എന്താ അതിൽ ഓരോ ദിവസം കൂടുന്തോറും ചൂട് കൂടി വരിക. ഇനിയിപ്പോൾ എന്നാണ് ഇതൊക്കെ ഒരു പഴയ പോലെ ആയി കിട്ടുകയെന്നറിയില്ല. ഈ നമ്മൾ കൂടിയിരുന്നിട്ട് പണിയെടുക്കുമ്പോൾ എങ്ങനെ ഇടങ്ങേറാണ് സംഭവം. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണമെങ്കിലുള്ളൊരു പാട്. ഇനിയിപ്പോൾ ഇവല് പോയി. ഇനി ഓല് നാളെ വരൂല എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയിലൊന്നും അപ്പോക്സി ഇട്ടിട്ടില്ല. ഇനി ഓലൊരു ദിവസമാണ് വരും. അപ്പോഴും വേണം ഈ സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങ് ഒഴിച്ചെടുക്കുക. പിന്നെ ഇനി ഓലാണ് പോകുമ്പോഴായിരിക്കും ഇവല് വീണ്ടും വരിക. ഈ വാതിലൊന്നും അടിച്ചില്ല കേട്ടോ. വാതിൽ ജനാല അങ്ങനത്തതൊന്നും അടിച്ചില്ല. അപ്പോൾ അത് അടിച്ചാൽ ഓല് വീണ്ടും വരും. അപ്പോഴും ഇത് നമ്മൾ ഈ ഉള്ളിലായിട്ട് നിൽക്കണതാകുമ്പോഴൊരു ഇടങ്ങേറ്. എന്നാൽ വേഗം വന്നിക്കാണ്ട് ഓല് തീർക്കുമോ അതും ചെയ്യൂല. നിൽക്കണ പെരയാകുമ്പോൾ ഉണ്ടാവില്ല എല്ലാവരും വേഗം വന്നും തീർക്കുക അതും ഇല്ല. പക്ഷെ ഇവല് പെട്ടെന്ന് നമുക്ക് തീർത്ത് തന്നു കേട്ടോ. ഈ പ്രൈമർ വേഗം അടിച്ച് തന്നിക്കണേ. ഏതായാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എത്ര ആയി. നമ്മൾ ഇത്രയൊന്നും ആവുമെന്ന് വിചാരിച്ചതൊന്നും അല്ലല്ലോ. ഏതായാലും ഇത്ര ആയി. അടിപ്പണിയൊന്നും ഇപ്പോൾ ഉണ്ടാവും നമ്മൾ തീരെ വിചാരിക്കാത്ത കാര്യം കേട്ടോ. അപ്പോൾ അതൊക്കെ നടന്ന് അൽഹംദുലില്ലാ. തമ്മച്ചി അപ്പോൾ ഉമ്മച്ചിയൊക്കെ ചായ കുടിക്കാൻ കേട്ടോ. ഞാൻ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ സൈഡിൽ ഈ ഇതില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ സൈഡിലൊക്കെ ആ സിമെൻറ്റിൻ്റെ അതൊക്കെ ഉണ്ടായിന്. അതൊക്കെ പോയിട്ടോ. അപ്പോൾ അതിൻ്റെ അടിച്ചപ്പോൾ ഫുള്ള് പോയി. ആ ഒരു വൃത്തിയായിട്ടോ. അപ്പോൾ അതേപോലെ നമ്മളെ ആ നുറൂക്കുള്ള ആ കോണിൻ്റെ സൈഡും അവിടെയൊക്കെ ഇങ്ങനെ എന്തോ ഒരു സിമെൻറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ അതിങ്ങനെ ഉണ്ടായിന് പാടുകൾ. അതൊക്കെ മുഴുവൻ പോയപ്പോൾ തന്നെ എന്തോ ഒരു പോലായിട്ടോ. പിന്നെ ഇപ്പോൾ അടിച്ചേരി തുടക്കുമ്പോൾ കുറേ അടിച്ചേരി തുടക്കാണ്ട്. പിന്നെ സോഫയും ടേബിളും ഇതൊക്കെ പോയില്ല ഡൈനിങ് ഹാളിൽ നിന്ന്. അപ്പോൾ മൊത്തത്തിൽ അടിച്ചേരി തുടക്കണം കേട്ടോ. ഇല്ലേ പിന്നെ ആ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഒഴിച്ച് പോവാലോ. ഇനിയിപ്പോൾ ആ സാധനങ്ങളൊക്കെ നമുക്ക് ഉള്ളിക്കിടണം. അതും ഇതേപോലെ തന്നെ ഉള്ളിക്കിടണമെങ്കിൽ അതും വേണം കേട്ടോ. ഫുള്ള് കേക്ക് ആ പൂച്ചകളൊക്കെ കയറി മറിഞ്ഞ് ആകെ അരപ്പായി കിടക്കുക. അപ്പം അതൊക്കെ കേക്കിയിട്ട് വേണം നമുക്ക് ഇനി ഉള്ളിക്കിടാൻ. ഇനി അപ്പോക്സി പണിയും കൂടിയാണ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്ന് കേക്ക് ഇങ്ങനെ ഉള്ളിൽ കയറ്റേനി.
ഇൻഷാ അല്ലാ ഇനി അതും പെട്ടെന്ന് തീരട്ടെ. ഇത്ര ആയില്ലേ, അതിന് അൽഹംദുലില്ലാ പറയാം. ഇത്ര ആവുന്നു നമ്മൾ ഇപ്പം അടുത്ത കാലത്തൊന്നും ആവുമെന്ന് കരുതിയിട്ടില്ല. അപ്പം അതായി കിട്ടിയാൽ തന്നെ എത്ര അള്ളഹാനോട് എത്ര നന്ദി പറയണമെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര സന്തോഷം. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളെ പേര ഒന്ന് ഇതായി കാണണം എന്നുള്ളൊരു പൂതി. അപ്പം എനിക്കെന്നോള്ള പൂതി. അതിൻ്റെ പണ്ട് പെരപ്പണി തുടങ്ങണ ആ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ പറയും കല്യാണം ഒന്നും വേണ്ട, എനിക്ക് പേര മതി അങ്ങനെ പറയില്ല. ഇനി അന്ന് അങ്ങനെ പറഞ്ഞു അപ്പോൾ പേര ഉണ്ടാക്കി അതിന്മേലെ അങ്ങോട്ട് ഇതായി പോയി. ഫുള്ള് പണി തീർക്കാനും കഴിഞ്ഞില്ല. അതിൻ്റെ ഇതിലാണ് ആ കൊറോണ ഇതൊക്കെ വന്ന് ആകെ ഇതായി പോയി. പണി തീർക്കാനും കഴിഞ്ഞില്ല. പിന്നെ അയക്കൻ എൻ്റെ കല്യാണം വന്ന് അങ്ങനെയൊക്കെ കൂടിയായിട്ട് അങ്ങോട്ട് ലോക്കായതേനി. ഇപ്പോൾ ഓരോ കല്യാണത്തിനൊക്കെയാണ് പുറം തേക്കണത്, ജനാലക്ക് പൊളി വെക്കണത്, റൂമിനൊന്നും വാതിലൊന്നും ഇല്ലേനി, അതൊക്കെ വെച്ചത് അന്നാണ്. അപ്പം ഇനി അങ്ങനെ അപ്പം ഇനി ഇപ്പോൾ ഇങ്ങനെ എത്തി. ഇനി കോണിക്ക് പിടി വെക്കാനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ പിന്നെ അടുക്കളയിൽ പണികളുണ്ട്. നമുക്ക് എത്ര എടുത്താലും ഈ പെരപ്പണി തീരൂല. എന്തെങ്കിലുമായിട്ട് പിന്നെ ഇങ്ങനെ പണി ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര പൂതിയാണ് കേട്ടോ ഇവിടെ ഒന്ന് അടിയിട്ട് കാണാനും ഇതൊക്കെ ഭയങ്കര പൂതിയേനി. ഓരോരുത്തരെ പേരങ്ങ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പൂതിയാവും, നമ്മളത് എന്നാണ് അവലെ ഇടുക അങ്ങനെ അങ്ങ് തോന്നും. ഇനി ഏതായാലും അൽഹംദുലില്ലാ പഠിച്ചത് സഹായിച്ചിട്ട് നമ്മളത് ഇട്ട്. അപ്പം അതേപോലെ ഇനി അവിടുത്തെ പെരപ്പണി നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതും വേഗം തീരട്ടെ. അവിടെ ഇപ്പം എന്തായി, തേപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. തേപ്പും വൈറ്റ് സിമൻ്റ് അടിക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും പെരപ്പണിയാണ്, അവിടെയും പെരപ്പണിയാണ്. ഇപ്പോൾ മൊത്തത്തിൽ പെരപ്പണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക. വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. ടാറ്റാ ബൈ ബൈ.